മെറ്റ ആഡ്സിൽ റീടാർഗറ്റിംഗ് ക്യാമ്പയിൻസ് എങ്ങനെ ചെയ്യാം? മെറ്റ ആഡ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് മുന്നോട്ട് പോയതിന് ശേഷമാണ് റീടാർഗറ്റിംഗ് ആഡ്സ് ചെയ്യേണ്ടത്. ഇപ്പോൾ റീടാർഗറ്റിംഗ് ആഡ്സ് നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മളുടെ ഡാറ്റാ സെറ്റ്സ് അല്ലെങ്കിൽ പിക്സലിൽ കുറച്ച് ഈവൻസ് ഒക്കെ വന്നതിന് ശേഷമേ നമുക്ക് റീടാർഗറ്റിംഗ് ആഡ്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ എസ്പെഷ്യലി നമ്മളിപ്പോൾ ഇ കോമേഴ്സ് ക്യാമ്പയിൻസ് ഒക്കെ ചെയ്യുമ്പോൾ അപ്പോൾ നമ്മുടെ ഡാറ്റാ സെറ്റ്സിൽ അറ്റ്ലീസ്റ്റ് ഓരോ ഈവൻസും അറ്റ്ലീസ്റ്റ് ഒരു 100 to 500+ ഈവൻസ് നമ്പേഴ്സ് അതിനകത്ത് വരണം. അതിനുശേഷമാണ് നമ്മളൊരു എക്സാക്ട്ലി ഒരു റീടാർഗറ്റിംഗ് ക്യാമ്പയിൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റീടാർഗറ്റിംഗ് ക്യാമ്പയിൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ഓഡിയൻസ് സെഗ്മെന്റേഷൻസ് നമുക്ക് ക്ലിയർ ആയിട്ട് അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം. ഇപ്പോൾ ഈ സീരീസിൽ തന്നെ നമ്മൾ പാർട്ട് 90 ഓഡിയൻസ് സെഗ്മെന്റേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ കോൾഡ്, വാം, ഹോട്ട് ഓഡിയൻസ് എങ്ങനെയാണ് നമ്മൾ സെഗ്മെന്റ് ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ പറഞ്ഞ ഒരു കാര്യം, ഇപ്പോൾ ഒരു കോൾഡ് ഓഡിയൻസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ ആദ്യമായിട്ട് വരുന്ന ആളുകളെയാണ് നമ്മൾ കോൾഡ് ഓഡിയൻസ് എന്ന് പറയുന്നത്. വാം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു ഈവൻസ് ചെയ്തവർ, ഒരു ആക്ടിവിറ്റി ചെയ്തവർ, ഇപ്പോൾ ആഡ് ടു കാർട്ടോ, ഇനിഷ്യൽ ചെക്കൗട്ട്സോ പർച്ചേസോ ഒക്കെ ചെയ്തവരാണ്. ഒരു ഇനിഷ്യൽ ചെക്കൗട്ട് വരെ ചെയ്തവരെയാണ് നമ്മൾ ഒരു വാം ഓഡിയൻസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ ഹോട്ട് ഓഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റിൽ വന്ന് പർച്ചേസ് ചെയ്ത ആളുകളാണ് നമ്മൾ ഹോട്ട് ഓഡിയൻസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു ഓഡിയൻസ് സെഗ്മെന്റേഷൻസ് നമുക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ പാർട്ട് 19 ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ അണ്ടർസ്റ്റാൻഡബിൾ ആവും. അപ്പോൾ ഈ ഒരു ഓഡിയൻസ് സെഗ്മെന്റേഷൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു റീടാർഗറ്റിങ്ങിലോട്ട് പോകുന്നത്. അപ്പോൾ റീടാർഗറ്റിങ്ങിലോട്ട് പോകുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, റീടാർഗറ്റിംഗ് നിങ്ങൾക്ക് വർക്ക് ആവണമെങ്കിൽ തന്നെ ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ ഡാറ്റാ സെറ്റ്സ് ഒക്കെ നിങ്ങളുടെ വെബ്സൈറ്റിൽ കൃത്യമായിട്ട് കണക്ട് ആയിരിക്കണം. അപ്പോൾ അത് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കൺവെർഷൻ ആഡ്സ് ചെയ്യുമ്പോൾ എങ്ങനെ നിങ്ങളുടെ ഒരു ഷോപ്പിഫൈ ആണെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പോർട്ടലാണെങ്കിൽ പോലും എങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു കൺവെർഷൻ API മോഡലിൽ നിങ്ങളുടെ ഡാറ്റാ സെറ്റ്സ് കണക്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ചെയ്തതിന് ശേഷം അത് ചെയ്താലേ നമുക്ക് എക്സാക്ട്ലി ഒരു റീടാർഗറ്റിംഗ് ആഡ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റിൽ ട്രാഫിക് വന്ന് അവർ ആക്ടിവിറ്റീസ് ഒക്കെ യൂസേഴ്സ് വന്ന് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുകയാണ്. ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 500+ നിങ്ങൾക്ക് ആഡ് ടു കാർട്ട് വന്നു, ഒരുപാട് ഇനിഷ്യൽ ചെക്കൗട്ട്സ് വന്നു, പിന്നെ കുറച്ച് പർച്ചേസ് ഒക്കെ വന്നെങ്കിൽ നിങ്ങൾക്ക് റീടാർഗറ്റിംഗ് ആഡ്സ് അവിടെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ റീടാർഗറ്റിംഗ് ആഡ്സ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു കസ്റ്റം ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കസ്റ്റം ഓഡിയൻസ് ഇപ്പോൾ ഈ മെറ്റ ആഡ്സിനകത്ത് തന്നെ ബിസിനസ് പോർട്ട്ഫോളിയോയ്ക്കകത്ത് പോയതിന് ശേഷം നിങ്ങൾക്ക് കസ്റ്റം ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഓരോ ലെവലിലുള്ള കസ്റ്റം ഓഡിയൻസ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു ഇ കോമേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ, ഇ കോമേഴ്സ് ക്യാമ്പയിൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ചെയ്യുന്ന കസ്റ്റം ഓഡിയൻസ് എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ ചെയ്യുന്ന കസ്റ്റം ഓഡിയൻസ് ആഡ് ടു കാർട്ട് യൂസേഴ്സാണ്. ആഡ് ടു കാർട്ട് ചെയ്ത ആളുകളും അത് അവിടെ നിന്ന് പർച്ചേസ് പോകാത്ത ആളുകൾ, ആഡ് ടു കാർട്ട് ചെയ്തിട്ട് അത് പർച്ചേസ് ചെയ്യാത്ത ആളുകൾ, പിന്നെ അതേപോലെ തന്നെ ഇനിഷ്യൽ ചെക്കൗട്ട് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാത്ത ആളുകൾ, പിന്നെ അടുത്ത് വന്നത് നമുക്ക് ആഡ് പേയ്മെന്റ് ഇൻഫോ ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാത്ത ആളുകൾ. അപ്പോൾ ഇങ്ങനെ ഒരു ലെവൽ ഓഫ് നമുക്കൊരു കസ്റ്റം ഓഡിയൻസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് മാത്രമല്ല, പലതരത്തിലുള്ള കസ്റ്റം ഓഡിയൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള അതിനകത്ത് ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ പേജ് വ്യൂസ് ചെയ്ത യൂസേഴ്സിന് നമുക്ക് ഇതുപോലെ ഒരു കസ്റ്റം ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ വെബ്സൈറ്റിൽ ഒന്ന് ലാൻഡ് ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് 25%, 50% സ്ക്രോൾ ചെയ്ത് വന്ന യൂസേഴ്സ്, അവർ പിന്നെ വേറെ ആക്ടിവിറ്റീസും ചെയ്യാത്ത ആളുകൾ. അപ്പോൾ അങ്ങനെ രീതിയിൽ നമുക്ക് കസ്റ്റം ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യാം. ഇനി നമുക്ക് നമ്മളുടെ പേജസ്, ഫേസ്ബുക്ക് പേജസ്, ഇൻസ്റ്റാ പേജസ്, ഇപ്പോൾ അതിനകത്തുള്ള ഏതെങ്കിലും ഒരു പോസ്റ്റിലൊക്കെ എൻഗേജ്മെന്റ് ചെയ്തവരെ നമുക്ക് കസ്റ്റം ഓഡിയൻസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളൊരു വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അതിപ്പോൾ നമ്മൾ ആഡിൽ വെച്ച വീഡിയോ ആണെങ്കിലും, ആഡ് ക്രിയേറ്റീവ് ആണെങ്കിലും, അല്ലെങ്കിൽ നമ്മളുടെ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ അപ്ലോഡ് ചെയ്ത ഒരു നോർമലായിട്ടൊരു ഓർഗാനിക് റീച്ച് കിട്ടാനുള്ള ഒരു വീഡിയോ ആണെങ്കിൽ, അപ്പോൾ അതിനകത്ത് യൂസേഴ്സ് എത്ര % വ്യൂ ചെയ്തു, അത് ബേസ്ഡ് ആയിട്ട് നമുക്കൊരു കസ്റ്റം ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് FB നമുക്ക് ഒരുപാട് ലെവൽ ഓഫ് കസ്റ്റം ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണോ കസ്റ്റം ഓഡിയൻസ് ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്ക് വേണ്ടത്, ആ രീതിയിൽ നമുക്ക് കസ്റ്റം ഓഡിയൻസ് ഈ ബിസിനസ് പോർട്ട്ഫോളിയോയ്ക്കകത്ത് നമുക്ക് പോയിട്ട് ആദ്യം ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ടാണ് ആ കസ്റ്റം ഓഡിയൻസ് വെച്ചാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു റീടാർഗറ്റിംഗ് ആഡ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഞാൻ ഇപ്പം പറഞ്ഞ കസ്റ്റം ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഈ പിക്സൽ ഡാറ്റ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പിക്സൽ ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ ഞാൻ ഈ പറഞ്ഞ ഇനിഷ്യൽ ചെക്കൗട്ട്സ്, അല്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്തവർ, അല്ലെങ്കിൽ പേജ് വ്യൂസ് ചെയ്തവരൊക്കെ ഈ പിക്സൽ ഡാറ്റ വെച്ചിട്ട്, അല്ലെങ്കിൽ ഡാറ്റാ സെറ്റ്സിൻ്റെ വെച്ചിട്ടാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഡാറ്റാ സെറ്റ്സ് അല്ലാതെ തന്നെ നമുക്കൊരു കസ്റ്റം ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ മെറ്റ നമുക്ക് തരുന്നുണ്ട്. അതെന്ന് പറയുന്നത് കസ്റ്റമർ ഫയൽസ് നമുക്ക് അപ്ലോഡ് ചെയ്ത് നമുക്കൊരു കംപ്ലീറ്റ് ആയിട്ടൊരു കസ്റ്റം ഓഡിയൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം.
ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മളുടെ വെബ്സൈറ്റിൽ ഒരു 1000+ പീപ്പിൾ വന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ വെബ്സൈറ്റിൻ്റെ ബാക്ക് എൻഡിൽ നിന്ന് നമുക്ക് എക്സാക്ട്ലി ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള പർച്ചേസ് ചെയ്ത ഓഡിയൻസിൻ്റെ ഡാറ്റ നമുക്ക് കിട്ടും. അപ്പോൾ അവരുടെ നെയിം, ഇമെയിൽ, ഫോൺ നമ്പർ, ഈ ഒരു രീതിയിലുള്ള ഡാറ്റ കിട്ടും. ഇപ്പോൾ മെറ്റയ്ക്കകത്ത് തന്നെ നമുക്ക് ഈ ബിസിനസ് പോർട്ട്ഫോളിയോയ്ക്കകത്ത് പോകുമ്പോൾ ഈ കസ്റ്റം ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യേണ്ട ആ ഒരു പാനലിൽ നമുക്ക് ഈ കസ്റ്റമായിട്ടുള്ള ഈ ഓഡിയൻസിൻ്റെ അത്രയും ഡാറ്റ ഒരു CSV ഫയലായിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്ത് ഒരു കസ്റ്റം ഓഡിയൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പാർട്ട് നമ്മൾ ചെയ്യുന്ന കൂടുതലും ഈ പർച്ചേസസ് ചെയ്ത ഓഡിയൻസിനെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു കൈൻഡ് ഓഫ് ഒരു കസ്റ്റമായിട്ട് നമ്മളൊരു ഫയൽ അപ്ലോഡ് ചെയ്ത് ഒരു കസ്റ്റം ഓഡിയൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ ഒരു 5000+ പർച്ചേസ് നടന്നിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറയാണ്. ഇപ്പോൾ നമുക്ക് ഒരു നമ്മളുടെ വെബ്സൈറ്റിൽ വന്ന് പർച്ചേസ് ചെയ്ത ആളുകളുടെ അതേ കൈൻഡ് ഓഫ് ഒരു ഓഡിയൻസിനെ നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇത് എസ്പെഷ്യലി നമ്മളിതൊക്കെ ചെയ്യുന്ന ലുക്കിലേക്ക് ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ കസ്റ്റം ആയിട്ട് ഫയൽ അപ്ലോഡ് ചെയ്ത് ഇങ്ങനെ ഒരു കസ്റ്റം ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് നിന്നാണ് നമ്മൾ ലുക്കിലേക്ക് ഓഡിയൻസ് ഒക്കെ നമ്മൾ എടുക്കുന്നത്. ലുക്കിലേക്സിനെ കുറിച്ചൊക്കെ കുറച്ചുകൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് പാർട്ടിലൊക്കെ വരും. അപ്പോൾ ഇതിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ നമ്മൾ മെറ്റയുടെ അടുത്ത് നമുക്ക് കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ കൈൻഡ് ഓഫ് ഒരു ഓഡിയൻസിൻ്റെ അതേ കൈൻഡ് ഓഫ് ഓഡിയൻസിനെയാണ് നമുക്ക് വേണ്ടത്. ഈ കൈൻഡ് ഓഫ് നമ്മളിപ്പോൾ നമ്മളിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഓഡിയൻസിൻ്റെ അതേ കൈൻഡ് ഓഫ് ഒരു ഓഡിയൻസിനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതൊക്കെ ഈ കസ്റ്റമായിട്ട് നമുക്ക് ഫയൽ അപ്ലോഡ് ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 1000+ ഡാറ്റ എങ്കിലും മിനിമം വേണം. 1000 അല്ല 2000+ ഡാറ്റ എങ്കിലും നമുക്ക് മിനിമം ആ CSV ഉണ്ടെങ്കിൽ മാത്രമേ അത് പെർഫെക്റ്റ് ആയിട്ടൊരു ഓഡിയൻസ് നമുക്ക് അവിടെ ഒരു കസ്റ്റം ഓഡിയൻസ് നമുക്ക് ക്രിയേറ്റ് ആയി വരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വൺസ് നിങ്ങളുടെ ഇ-കൊമേഴ്സ് സ്റ്റോറൊക്കെ ഒന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോയി 2000+ കസ്റ്റമേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ കസ്റ്റമേഴ്സിൻ്റെ കംപ്ലീറ്റ് ഡാറ്റ ഡൗൺലോഡ് ചെയ്തിട്ട് FBക്കകത്ത് പോയി ഈ കസ്റ്റം ഡാറ്റ ബിൽഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് കൊടുക്കാം. അവിടെ നിന്നൊരു കസ്റ്റം ഓഡിയൻസിനെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാം. അപ്പോൾ ആ കസ്റ്റം ഓഡിയൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ റിപ്പീറ്റഡ് പർച്ചേസിന് റീടാർഗറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലുക്കിലേക്ക് ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ആ ഒരു കസ്റ്റം ഓഡിയൻസ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ലെവലിലും നമുക്കൊരു കസ്റ്റം ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യാം. ഈ ലെവൽ എന്നിട്ടും അവിടെ നമുക്ക് റീടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത് നമുക്ക് റീടാർഗറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഡൈനാമിക് റീടാർഗറ്റിംഗ്. ഡൈനാമിക് റീടാർഗറ്റിംഗും മെറ്റയിൽ നല്ല രീതിയിൽ നമുക്കിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈ ഡൈനാമിക് റീടാർഗറ്റിങ്ങിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ആമസോൺ പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോമിലൊക്കെ പോയതിന് ശേഷം നമ്മളൊരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് നോക്കുകയാണ്. നമ്മളത് ആഡ് ടു കാർട്ട് ചെയ്തിട്ട് നമ്മളത് പർച്ചേസ് ചെയ്യാതെ തിരിച്ച് നമ്മൾ ഇറങ്ങുകയാണ് ആ സൈറ്റിൽ നിന്ന്. ബട്ട് ഒരു നെക്സ്റ്റ് ഫ്യൂ മിനിറ്റ്സിനകം ഈ സെയിം പ്രോഡക്റ്റ് തന്നെ നമ്മൾ നോക്കിയ സെയിം പ്രോഡക്റ്റ് തന്നെ നമ്മൾ എവിടെയൊക്കെ പോകുന്നോ, ഏതൊക്കെ വെബ്സൈറ്റിൽ പോകുന്നോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ സോഷ്യൽ പേജസിലൊക്കെ എവിടെയൊക്കെ പോകുന്നോ അവിടെയൊക്കെ നമുക്ക് ഈ സെയിം പ്രോഡക്റ്റ് തന്നെ അത് റീടാർഗറ്റായി നമ്മളുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ ഇതിനെയാണ് ഒരു ഡൈനാമിക് റീടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. മീൻസ് എക്സാക്ട്ലി നമ്മൾ ഏതാണോ പ്രോഡക്ട്സ് നോക്കിയത് ആ പ്രോഡക്റ്റിനെ തന്നെ നമ്മളുടെ യൂസേഴ്സിൻ്റെ ഫ്രണ്ടിൽ വിത്ത് പ്രൈസും ആ ഹെഡ്ലൈൻസും ആ സെയിം പ്രോഡക്റ്റ് ഇമേജസോടെ കൂടി നമുക്ക് റീടാർഗറ്റ് ചെയ്ത് നമുക്ക് അവരെ കൂടുതൽ കൺവിൻസ് ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മാർക്കറ്റിംഗ് മെത്തേഡാണിത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യണമെങ്കിൽ മെറ്റയ്ക്കകത്ത് വളരെ ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിനകത്ത് തന്നെ കാറ്റലോഗ് ആഡ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നിങ്ങളിപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച ഒരു ഡാറ്റ സെറ്റ്സ് ഒക്കെ കണക്ട് ചെയ്യുമ്പോൾ ഈ ബിസിനസ് പോർട്ട്ഫോളിയോയ്ക്കകത്ത് കണക്ട് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ നേരത്തെ കാണിച്ചതുപോലെ ഒരു മെറ്റയുടെ ഒരു കംപ്ലീറ്റ് ആപ്പ് വഴിയാണ് നമ്മൾ ഈ ഷോപ്പിഫൈ പോലെയുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നമ്മളുടെ എക്സാക്ട് പ്രോഡക്ട്സും എല്ലാം അതിനകത്ത് സിൻക്രണൈസ് ആയാണ് ആ ആപ്പിനകത്ത് കണക്ട് ആവുന്നത്. മീൻസ് ഇപ്പോൾ നമ്മളുടെ ഒരു വെബ്സൈറ്റിൽ ഒരു 30 പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ ഈ 30 പ്രോഡക്ട്സും ഒരു കാറ്റലോഗ് ആയിട്ട് അതിനകത്ത് ഓട്ടോമേറ്റഡ് ആയിട്ട് അപ്പ് ചെയ്യുകയാണ് നമ്മൾ ആ സിൻക്രണൈസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ കാറ്റലോഗ് തന്നെയാണ് ഈ കാറ്റലോഗിലുള്ള കംപ്ലീറ്റ് ആയിട്ട് ഡാറ്റയും അതിനകത്ത് ഇങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ കണക്ഷൻ അത് എപ്പോഴും നിലനിർത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ മെറ്റയിലും ഉള്ള ഷോപ്പിഫൈയിലുള്ള ഡാറ്റ എക്സാക്റ്റ് ആയിട്ട് ലൈവായിട്ട് അത് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു കാറ്റലോഗിനെ വെച്ചിട്ട് നമുക്ക് ഒരു ആ കാറ്റലോഗിനെ കോൾ ചെയ്തിട്ട് നമുക്ക് പർട്ടിക്കുലർ യൂസേഴ്സിന് ഇപ്പോൾ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത കസ്റ്റം ഓഡിയൻസിൻ്റെ അടുത്ത് നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഒരു യൂസർ വന്നിട്ട് ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് വന്ന് വ്യൂ ചെയ്തു, ആ പർട്ടിക്കുലർ പ്രോഡക്റ്റ് ആഡ് ടു കാർട്ട് ചെയ്തു, അത് ആ പർട്ടിക്കുലർ പ്രോഡക്റ്റിനെ പക്ഷേ ആഡ് ടു കാർട്ട് ചെയ്ത് പർച്ചേസ് ചെയ്തില്ല. അപ്പോൾ നമുക്ക് അവിടെ ഒരു കസ്റ്റം ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യാം. ഇന്ന പ്രോഡക്റ്റ് വ്യൂ ചെയ്തിട്ട് ആഡ് ടു കാർട്ട് ചെയ്ത യൂസേഴ്സ് ബട്ട് നോട്ട് പർച്ചേസ്ഡ് എന്നുള്ള രീതിയിൽ ഒരു ലാസ്റ്റ് 2 days 3 days അല്ലെങ്കിൽ 7 days ഉള്ള ആളുകളുടെ ഒരു കസ്റ്റം ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ കസ്റ്റം ഓഡിയൻസിൻ്റെ അവിടെ നമുക്ക് ഈ കാറ്റലോഗ് ആഡാണ് കണക്ട് ചെയ്യണമെങ്കിൽ ഏതൊക്കെ യൂസേഴ്സ് വന്ന് ഏതൊക്കെ പ്രോഡക്റ്റ് ആണോ വ്യൂ ചെയ്തിട്ട് ആഡ് ടു കാർട്ട് ചെയ്തത്
എന്നിട്ട് പർച്ചേസ് ചെയ്യാത്തത് അവരടുത്ത് ആ പർട്ടിക്കുലർ പ്രോഡക്റ്റ് മാത്രം മെറ്റ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു വളരെ ഈസി ആയിട്ട് നമുക്കൊരു കാറ്റലോഗ് ആഡ്സ് നമുക്ക് ഈ ഡൈനാമിക് റീടാർഗറ്റിംഗ് കാറ്റലോഗ് ആഡ്സ് നമുക്ക് ഇതിന് മെറ്റയ്ക്കകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം എങ്ങനെ ലൈവായിട്ട് നമുക്ക് ചെയ്യാമെന്നുള്ള ഒരു സ്ക്രീൻഷോട്ടിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ അവിടെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റ് ആയി തോന്നുകയാണെങ്കിലും ആ സ്ക്രീൻഷോട്ടിലോട്ട് പോകുമ്പോൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. റീടാർഗറ്റിംഗ് ആഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ പോവേണ്ടത് ആഡ്സ് മാനേജറിലോട്ടാണ്. ആഡ്സ് മാനേജറിൽ പോയതിന് ശേഷം ഓൾ ടൂൾസ് എടുത്തതിന് ശേഷം ഓഡിയൻസിലോട്ട് പോവുക. അപ്പോൾ ഓഡിയൻസിലാണ് നമ്മളിവിടെ കസ്റ്റം ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ കസ്റ്റം ഓഡിയൻസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ് ഓഫ് കസ്റ്റം ഓഡിയൻസ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അത് ആദ്യം ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ക്രിയേറ്റ് എ കസ്റ്റം ഓഡിയൻസ് കൊടുക്കുക. അപ്പോൾ ആദ്യം നമ്മുടെ സോഴ്സസ് വെബ്സൈറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കസ്റ്റമർ ലിസ്റ്റും കൊടുത്ത് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഓൾറെഡി നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഓൾറെഡി ഒരു 1000+ കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കസ്റ്റമർ ലിസ്റ്റും കൊടുത്ത് നിങ്ങൾക്ക് കസ്റ്റം ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് വെബ്സൈറ്റ് സോഴ്സസ് ആക്കി വെച്ച് ആഡ് ടു കാർട്ടിനും ഈ ഇനിഷ്യൽ ചെക്കൗട്ടിനുള്ള ഒരു കസ്റ്റം ഓഡിയൻസ് റീടാർഗറ്റിംഗ് കസ്റ്റം ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ സോഴ്സസ് വെബ്സൈറ്റ് കൊടുത്തു, നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു പിക്സൽ, നമ്മൾ ഏതാണോ പിക്സൽ ആ പിക്സൽ സെലക്ട് ചെയ്യുക. അപ്പോൾ ആദ്യം ഞാൻ സെലക്ട് ചെയ്യുന്നത് ഓൾ വെബ്സൈറ്റ് വിസിറ്റേഴ്സ് 30 ഡേയ്സ്, കഴിഞ്ഞ 30 ദിവസം എൻ്റെ വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്ത എല്ലാ വിസിറ്റേഴ്സിനെ ഞാൻ ഒരു കസ്റ്റം ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ അതിനൊരു നെയിം കൊടുക്കുക, വെബ്സൈറ്റ് വിസിറ്റ് 30 ഡേയ്സ്. നെയിം നിങ്ങൾക്ക് ഏതാണോ കൊടുക്കാം, നിങ്ങളുടെ റെഫറൻസ് അനുസരിച്ച് ഒരു നെയിം അവിടെ കൊടുക്കാം. അതിന് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനും കൊടുക്കാം. ഞാനിപ്പോൾ ഈ നെയിം കൊടുക്കുകയാണ്, ഒരു ക്രിയേറ്റ് ഓഡിയൻസ് ഞാൻ അവിടെ കൊടുക്കുകയാണ്. ഇനി അടുത്ത ഒരു കസ്റ്റം ഓഡിയൻസ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ആഡ് ടു കാർട്ട്, ഒരു 14 ദിവസം ആഡ് ടു കാർട്ട് ചെയ്ത് പർച്ചേസ് ചെയ്യാത്ത കസ്റ്റമേഴ്സ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈവൻറ്റ്സ് എടുത്തതിന് ശേഷം നമ്മൾ ആഡ് ടു കാർട്ട് കൊടുക്കുക, അതൊരു 14 ഡേയ്സ് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു എക്സ്ക്ലൂഷനും കൂടെ ഞാൻ വയ്ക്കുകയാണ്. നമുക്ക് 14 ദിവസം ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പർച്ചേസ് ചെയ്ത കസ്റ്റമറിനെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യണം. പർച്ചേസ് ചെയ്യാത്തവരെ മാത്രമാണ് നമ്മൾ ഈ കസ്റ്റം ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് പർച്ചേസ് 14 ഡേയ്സ് പർച്ചേസ് ചെയ്തവരെ ഞാൻ എക്സ്ക്ലൂഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിനകത്തും ഒരു ATC നോട്ട് പർച്ചേസ് ഒരു നെയിം കൊടുക്കുക, ക്രിയേറ്റ് കൊടുക്കുക. നമ്മൾ അടുത്ത കസ്റ്റം ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇനിഷ്യേറ്റ് ചെക്കൗട്ട് ചെയ്തവരെ, നമ്മൾ വെബ്സൈറ്റിൽ വന്നിട്ട് ഇനിഷ്യേറ്റ് ചെക്കൗട്ട് ചെയ്ത ആളുകൾ, അതും 14 ഡേയ്സ് എക്സ്ക്ലൂഷനും കൊടുക്കുകയാണ്. പർച്ചേസ് 14 ഡേയ്സ്. IC നോട്ട് ഡേയ്സ്. ഇനി അടുത്ത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വെബ്സൈറ്റിൽ വന്നിട്ട് പർച്ചേസ് ചെയ്ത ആളുകൾ, ഇപ്പോൾ 30 ഡേയ്സ് പർച്ചേസിൻ്റെ ഒരു കസ്റ്റം ഓഡിയൻസ് കൂടെ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. അത് നമുക്ക് ഈ കസ്റ്റമർ ലിസ്റ്റിലും വെച്ച് അപ്പ് ചെയ്യാം. ബട്ട് നമുക്ക് ഈ ഡാറ്റ വേസ്റ്റായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടി പിക്സൽ വെച്ച് ട്രാക്ക് ചെയ്യുകയാണ്. 30 ഡേയ്സ് പർച്ചേസ്. ഇപ്പോൾ 4 കസ്റ്റം ഓഡിയൻസ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഈ 4 കസ്റ്റം ഓഡിയൻസാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തത്. ഇപ്പോൾ ഓരോ കസ്റ്റം ഓഡിയൻസ് എടുക്കുമ്പോഴും നമുക്കതിൻ്റെ ഒരു എസ്റ്റിമേറ്റഡ് ഓഡിയൻസ് സൈസ് കണ്ടോ, ഒരു ബിലോ 1000 എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്കൊരു കസ്റ്റം ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 1000 എബോ ഉണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. കാരണം നമ്മളിപ്പോൾ ആ ഒരു ഓഡിയൻസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ അവിടെ വർക്ക് ആവുന്നത്. ഇപ്പം 1000 ബിലോ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇടുന്ന എമൗണ്ട് പോലും നേരെ സ്പെൻഡ് ആവില്ല. അത് ഇങ്ങനെ എന്താ പറയുക, അതിനെ പോപ്പുലേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കസ്റ്റം ഓഡിയൻസും ഒരു 1000 എബോ ഉണ്ടെങ്കിൽ മാത്രം ആ കസ്റ്റം ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്ത് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു കസ്റ്റം ഓഡിയൻസ് ഉപയോഗിച്ച് നമ്മൾ റീടാർഗറ്റിംഗ് ആഡ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇതിൽ സെയിൽസ് ആഡ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. റീടാർഗറ്റിംഗ് സെയിൽസ് ആഡ്സ്. അപ്പോൾ അതിന് തന്നെ ഒരു നെയിം നമ്മൾ കൊടുക്കുക, റീടാർഗറ്റിംഗ് ഒരു നെയിം കൊടുക്കുക. ഞാൻ ഇപ്പം ഈ ഒരു നെയിം കൊടുക്കുകയാണ്. ഇവിടെ നമുക്ക് ഈ പ്രോഡക്റ്റ് ഇൻഫർമേഷനകത്ത് നമുക്ക് ഈ ഷോപ്പിഫൈ കാറ്റലോഗ് ഓൺ ചെയ്യാം. അപ്പോൾ ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൈനാമിക് റീടാർഗറ്റിംഗ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നേരത്തെ വീഡിയോ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു യൂസർ നമ്മളുടെ പർട്ടിക്കുലർ ആയിട്ടൊരു പ്രോഡക്റ്റ് വന്ന് നോക്കിയിട്ട്
ആൾ ചെക്കൗട്ട് ചെയ്ത് പർച്ചേസ് ചെയ്യാതെ ഇറങ്ങുകയാണ്. അപ്പോൾ ആളുടെ അടുത്ത് എക്സാക്ട്ലി ഒരു സെയിം കൈൻഡ് ഓഫ് പ്രോഡക്റ്റ് തന്നെ നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ അതിനെയാണ് ഡൈനാമിക് റീടാർഗറ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഷോപ്പിഫൈ കാറ്റലോഗ് വഴിയാണ് നമുക്ക് കാണിക്കാൻ പറ്റുന്നത്. ഷോപ്പിഫൈ കാറ്റലോഗ് നമ്മൾ ഓൾറെഡി ഷോപ്പിഫൈ നമുക്ക് ഓൾറെഡി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ കാറ്റലോഗ് നമ്മളിലുള്ള എല്ലാ പ്രോഡക്ട്സും ഓട്ടോമാറ്റിക്കായിട്ട് ഈ കാറ്റലോഗിനകത്ത് ആഡ് ആയിട്ടുണ്ടാവും. കാപ്പി ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ തന്നെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് നേരത്തെ വീഡിയോസിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് കാറ്റലോഗ് നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ക്യാമ്പയിൻ ബഡ്ജറ്റ് കൊടുക്കുക. ഈ റീടാർഗറ്റിങ്ങിന് നോർമലി നമ്മൾ ചെറിയൊരു ബഡ്ജറ്റായിരിക്കും കൊടുക്കുന്നത്. നിങ്ങളുടെ ഓഡിയൻസ് സൈസ് പോലെ ആയിരിക്കും ആ ബഡ്ജറ്റ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്കൊരു 1000 താഴെയൊക്കെ ആണെങ്കിൽ ഡെയിലി ഒരു ക്യാമ്പയിന് ഒരു 500 റുപ്പീസ് കൊടുത്താൽ മതിയാവും. ഒരു ആഡ് സെറ്റിന് ഒരു 500 റുപ്പീസ് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഞാനിവിടെ നെക്സ്റ്റ് കൊടുക്കുകയാണത്. ഇവിടെ നമുക്ക് പെർഫോമൻസ് ഗോൾസ് വന്നതിന് ശേഷം അതിനെ മാക്സിമൈസ് നമ്പർ ഓഫ് കൺവേർഷൻസ് കൊടുക്കുക. പർച്ചേസസ് ഇതിനകത്ത് പ്രോഡക്റ്റ് കാറ്റലോഗ്സ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ പ്രോഡക്റ്റ് തന്നെ നമുക്ക് ഡിഫറെൻറ്റ് സെഗ്മെൻ്റായിട്ട് നമ്മളുടെ പ്രോഡക്റ്റ് അതിനകത്ത് കാറ്റലോഗ് അതിനകത്ത് വന്നിട്ടുണ്ട്. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത കളക്ഷൻസ് പോലെ ഡിഫറെൻറ്റ് സെഷൻസ് ആയിട്ട് അത് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഓൾ പ്രോഡക്റ്റ് കൊടുക്കാം. കാരണം ഏതൊക്കെ യൂസർ ഏതൊക്കെ പ്രോഡക്റ്റ് നമ്മളുടെ വെബ്സൈറ്റിൽ വന്ന് നോക്കിയിട്ടുണ്ടോ അതെല്ലാം ഏതൊക്കെയാണ് അവർ ചെക്കൗട്ട് ചെയ്തിട്ട് അത് മീൻസ് പർച്ചേസ് ചെയ്യാതെ പോയിട്ടുണ്ടോ അതെല്ലാം നമുക്ക് ആ പർട്ടിക്കുലർ യൂസറിൻ്റെ അടുത്ത് ആ സെയിം പ്രോഡക്റ്റ് തന്നെ കാണിക്കാൻ പറ്റും. യൂഷ്വലി നമ്മളിപ്പോൾ റീടാർഗറ്റിംഗ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഓൾ പ്രോഡക്റ്റ് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. സെഗ്മെൻറ്റേഷൻ ആയിട്ട് വേണമെങ്കിലും കൊടുക്കാം. നിങ്ങൾക്ക് പർട്ടിക്കുലർ സെഗ്മെൻറ്റ് മാത്രം കാണിക്കുന്ന റീടാർഗറ്റിംഗ് ഉണ്ടെങ്കിൽ അതും ചെയ്യാം. ഇവിടെ വന്നതിന് ശേഷം ഇവിടെ നമ്മൾ ഇനി ഓഡിയൻസിൻ്റെ ഏരിയയാണ്. ഓഡിയൻസിൻ്റെ ഏരിയ നമ്മളിപ്പോൾ ഈ അഡ്വാൻറ്റേജ് പ്ലസ്സിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ സ്വിച്ച് ടു നോർമൽ സെറ്റപ്പിലോട്ട് പോകണം. അവിടെ വന്നതിന് ശേഷം ഏജ് ജെൻഡർ ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. ഇവിടെ വന്നതിന് ശേഷം കസ്റ്റം ഓഡിയൻസ് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഫസ്റ്റത്തെ ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് 14 days ആഡ് ടു കാർട്ട് നോ പർച്ചേസ് ആണ്. അപ്പോൾ അവരെയാണ് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത്. ഫസ്റ്റത്തെ ഇതിൽ ഈ ഒരു ആഡ് സെറ്റിൽ ATC 14 days. ഇത് നമ്മളിപ്പോൾ ആഡ് സെറ്റ് നെയിമും ക്യാമ്പയിൻസൊക്കെ കൃത്യമായിട്ട് ഇങ്ങനെ തന്നെ കൊടുക്കുക. അപ്പോൾ നമുക്കത് യൂഷ്വലി ഇത് പെട്ടെന്ന് തന്നെ അനലൈസ് ചെയ്യാൻ പറ്റും. ഇത് ഡീസെലക്ട് ചെയ്യുക. കാരണം നമുക്ക് ഈ ഒരു ടാർഗറ്റിന് മുകളിൽ ഈ FA കൊണ്ട് ടാർഗറ്റ് ചെയ്യിപ്പിക്കാൻ നമ്മൾ കൊടുക്കില്ല, എൻ്റെ പെർമിഷൻ കൊടുക്കില്ല. കാരണം നമുക്ക് വേണ്ടത് എക്സാക്ട്ലി ഈ ഒരു ഓഡിയൻസിനകത്ത് മാത്രമായിട്ട് ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയാണിത്. പ്ലേസ്മെൻറ്റ്സ് എല്ലാം അഡ്വാൻറ്റേജ് പ്ലസ് ഓൺ ആക്കുക. അപ്പോൾ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തിട്ട് നമ്മളുടെ ഫേസ്ബുക്ക് പേജ് കാര്യങ്ങൾ സെലക്ട് ചെയ്യുക. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ പ്രോഡക്റ്റ്സൊക്കെ ഇവിടെ ഓണായി വരും. ഇപ്പോൾ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. കറോസൽ സിംഗിൾ ഇമേജ് ഓർ വീഡിയോയും കൊടുക്കാം, കറോസലും കൊടുക്കാം. സിംഗിൾ ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ പർട്ടിക്കുലറായിട്ട് ഒറ്റ പ്രോഡക്റ്റ് ആയിരിക്കും അവിടെ കാണുക. നമ്മൾ യൂഷ്വലി കൊടുക്കുന്നത് കറോസലാണ് ഏറ്റവും ബെസ്റ്റായിട്ട്. നമുക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിനോടൊപ്പം തന്നെ വേറെ പ്രോഡക്റ്റ്സ് നമ്മളുടെ ഡിഫറെൻറ്റ് പ്രോഡക്റ്റ്സ് കൂടെ അത് കാണിക്കും. അപ്പോൾ അത് ഇൻക്ലൂഡിങ് ഇതിൽ കാണുന്നത് പോലെ നമുക്ക് എക്സാക്ട്ലി ആ പ്രോഡക്റ്റിൻ്റെ ഇമേജ് അതിൻ്റെ ഈവൻ നമുക്ക് ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്കത് ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇമേജ് അതിൻ്റെ ഹെഡ്ലൈന് ഇതെല്ലാം നമുക്ക് കാണിക്കും. അപ്പോൾ ഇവിടെ ഡെസ്റ്റിനേഷൻ വന്നതിന് ശേഷം അത് വെബ്സൈറ്റ് കൊടുക്കുക. വെബ്സൈറ്റിൻ്റെ നെയിം കൊടുക്കുക. വെബ്സൈറ്റിൻ്റെ മീൻസ് നമ്മുടെ ലാൻഡിങ് കൊടുക്കുക. ഒരു ലാൻഡിങ് കൊടുക്കേണ്ട ആവശ്യമാണ്. മേ ബി അത് ഇപ്പോൾ നമ്മൾ ആ കളക്ഷൻ പേജ് പർട്ടിക്കുലർ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഉള്ള ഒരു കളക്ഷൻ പേജോ അല്ലെങ്കിൽ ഹോം പേജോ നമ്മളുടെ ഒരു ഡിഫോൾട്ടായിട്ടൊരു ഡെസ്റ്റിനേഷൻ നമ്മൾ കൊടുക്കണം. ഓക്കെ, പക്ഷേ അത് യൂസേഴ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് പോകുന്നത് ആ പർട്ടിക്കുലർ പ്രോഡക്റ്റ് പേജിലോട്ടായിരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ ഡിഫോൾട്ടായിട്ടൊരു ഡെസ്റ്റിനേഷൻ നമ്മളിവിടെ കൊടുക്കണം. അതിൽ കൊടുക്കുക. ഡൈനാമിക് മീഡിയ ഓൺ ആക്കുക. കാറ്റലോഗ് ഓൺ ആക്കുക. ക്രിയേറ്റീവ് ഓപ്ഷൻ സിംഗിൾ ഇമേജ് അല്ലെങ്കിൽ സ്ലൈഡ് ഷോ നമുക്ക് ഓൺ ചെയ്യാം. ഇവിടെ ഹെഡ്ലൈന് ഓട്ടോമാറ്റായിട്ട് നമുക്കിവിടെ വയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കിവിടെ നമുക്ക് ഡിഫറെൻറ്റ് ഹെഡ്ലൈൻസ് നമുക്ക് വയ്ക്കാം. ഇപ്പോൾ പ്രൈസസ് വയ്ക്കണമെങ്കിൽ പ്രൈസ് വയ്ക്കാം. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഹെഡ്ലൈൻ ഇവിടെ കാണിക്കും. ഉണ്ടോ, നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ഹെഡ്ലൈൻസ് ഇവിടെ വയ്ക്കാം.
ഓക്കെ, ഇവിടെ പ്രൈമറി ടെക്സ്റ്റ് നമ്മൾ കൊടുക്കണം. അപ്പോൾ റീടാർഗറ്റിംഗ് ആഡ്സിന് വേണ്ടി നമ്മൾ ഇപ്പോൾ 14 ഡേയ്സ് ആഡ് ടു കാർട്ട് ചെയ്ത് നമുക്ക് വിഡ്രോ ചെയ്ത് പോയ ആളുകളെയാണ് നമ്മൾ ടാർഗറ്റ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ആഡ് കോപ്പി നമ്മൾ കൊടുക്കുക. ആ റീടാർഗറ്റിംഗ് അനുസരിച്ചുള്ള ഒരു ആഡ് കോപ്പി നമ്മൾ ഇവിടെ വെക്കണം. അപ്പോൾ അതിന് ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഇപ്പോൾ ഇവിടെ ഒരു ആഡ് കോപ്പി ഞാൻ ഇവിടെ വയ്ക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നേരെ ഒരു നല്ലൊരു ആഡ് കോപ്പി ഇവിടെ വയ്ക്കുക. ജസ്റ്റ് ഇപ്പോൾ ഇതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് വേണ്ടി ഒരു ആഡ് കോപ്പി ജസ്റ്റ് ഒരു ടൈപ്പ് ചെയ്യാണ്. ബെറ്റർ ആയിട്ട് നല്ലൊരു ആഡ് കോപ്പി തന്നെ ഇവിടെ വെക്കണം. അത് നിങ്ങൾ ChatGPT പോലെയുള്ള ടൂൾസൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആഡ് കോപ്പീസ് നല്ല രീതിയിൽ ചെയ്യാം. നമ്മൾ നേരത്തെ അതിനെക്കുറിച്ച് ആഡ് കോപ്പിയെക്കുറിച്ച് ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലത്തെ ഒരു പാർട്ടിൽ ചെയ്തിട്ടുണ്ട്. അത് കൊടുക്കുക. അതിനുശേഷം വെബ്സൈറ്റ് ഈവൻറ്റ്സ് നമുക്ക് ഓൺ ആക്കണം. ഓട്ടോമാറ്റിക്കായിട്ട് അത് നമ്മുടെ പിക്സൽ വരും. അപ്പോൾ ഇതായിരിക്കും നമ്മളുടെ പ്രിവ്യൂ വരുന്നത്. ഇതേപോലെ രീതിയിലായിരിക്കും വരുന്നത്. നമുക്ക് പബ്ലിഷ് ചെയ്യാം. സോ ഇതേപോലെ നിങ്ങൾക്കൊരു റീടാർഗറ്റിംഗ് ആഡ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇനി ഇതേപോലെ തന്നെ നിങ്ങൾക്ക് അടുത്തൊരു റീടാർഗറ്റിംഗ് ആഡ് ഇപ്പോൾ ഇൻഷുറൻസ് ചെക്കൗട്ട്സിന് വേണ്ടി റീടാർഗറ്റിംഗ് ആഡ് സ്റ്റാർട്ട് ചെയ്യുക. ഇതിപ്പോൾ നമ്മളിപ്പോൾ വന്നത് പർച്ചേസ് ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാത്തവരാണ്. ഇനി അടുത്ത് നമ്മളൊരു ഇൻഷുറൻസ് ചെക്കൗട്ട് വരെ വന്നിട്ട് പർച്ചേസ് ചെയ്യാത്ത ആളിന് വേറൊരു ടാർഗറ്റിംഗ് ആഡ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പം അതിനുവേണ്ടി നമുക്ക് ഇവിടെ വന്നതിന് ശേഷം ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനൽ സെറ്റപ്പ് കൊടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് വിത്ത് റെക്കമെൻഡേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് അഡ്വാൻറ്റേജ് പ്ലസ് ഓൺ ആയി പോകും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ക്യാമ്പയിൻ സെലക്ട് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ മാറ്റേണ്ടത് ഇൻഷ്യൽ ചെക്കൗട്ട് IC നോട്ട് പർച്ചേസ് 14 ഡേയ്സ്. ഇവിടെ വന്നതിന് ശേഷം നമ്മളിവിടെ മാറ്റേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ, കസ്റ്റം ഓഡിയൻസ്. നിങ്ങൾ ഇത് മാറ്റിയതിന് ശേഷം ഏതാണ് ഇൻഷ്യൽ ചെക്കൗട്ട്സ് കൊടുക്കുക. ഓക്കെ, പബ്ലിഷ് കൊടുക്കുക. സോ ഇതേപോലെ നിങ്ങൾക്ക് അടുത്ത ഒരു റീടാർഗറ്റിംഗ് ആഡ് ഇതേപോലെ പുതിയൊരു ആഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ റീടാർഗറ്റ് ചെയ്യുന്നു ഇതേപോലെ പല റീടാർഗറ്റിംഗ് ആഡ്സ് ഇതേപോലെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് റീടാർഗറ്റിംഗ് ആഡ്സ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് റീടാർഗറ്റിംഗ് ആഡ്സ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ നമ്മളിപ്പോൾ റീടാർഗറ്റിംഗ് ആഡ്സ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിക്കവരും ഈ റീടാർഗറ്റിംഗ് ആഡ്സിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. കാരണം ഇതിപ്പോൾ ഈ ഒരു ക്യാമ്പയിൻസ് ഇപ്പോൾ നമ്മൾ മിക്കവരും ഈ കൺവെർഷൻ ആഡ്സ് നമ്മളുടെ ഈ പ്രോസ്പെക്ട്സ് ആഡ്സ് മാത്രമാണ് മിക്കവരും ഫോക്കസ് ചെയ്യുന്നത്. കൂടുതൽ പേരും ഈ റീടാർഗറ്റിംഗ് ആഡ്സിന് അത്ര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം ഞാൻ കാണാറില്ല. ബട്ട് ചെയ്യുന്നവരുണ്ട്, നല്ല രീതിയിൽ ചെയ്യുന്നവരുണ്ട്. ബട്ട് ബിഗിനേഴ്സൊക്കെ കൂടുതലും റീടാർഗറ്റിംഗ് ആഡ്സിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ നിങ്ങൾ റീടാർഗറ്റിംഗ് ആഡ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മളുടെ ഈ ഓഡിയൻസിൻ്റെ വലിയൊരു പോർഷനാണ് നമ്മൾ വെറുതെ കളയുന്നത്. കാരണം ഈ നമ്മളൊരു പ്രോഡക്റ്റ് അഡ്വർടൈസ് ചെയ്യുമ്പോൾ എസ്പെഷ്യലി നിങ്ങൾക്ക് അറിയാലോ, ഈ മെറ്റ ആഡ്സ് എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ്ലി ഇമ്പൾസീവ് ആയിട്ടുള്ള ഓഡിയൻസ് ആണ് വന്ന് വാങ്ങുന്നത്. മീൻസ് അവർ ഈ മെറ്റയിൽ ഇരിക്കുന്ന സമയത്ത് അവർ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് നോക്കുന്ന ഒരു പോർട്ടലാണ്, ഒരു ചാനലാണ് മെറ്റയും ഇൻസ്റ്റയും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവർ റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഇടയിലായിരിക്കും നമ്മൾ ആഡ്സ് കാണുന്നത്. അപ്പോൾ അവിടെ പെട്ടെന്നൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്താണ് നമ്മളിപ്പോൾ അവരെ കൊണ്ട് നമ്മുടെ പ്രോഡക്റ്റ് ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്ത് അവിടെ ഒരു പർച്ചേസ് ഡിസിഷൻ നമ്മൾ എടുപ്പിക്കുന്നത്. അപ്പോൾ ഈ രീതി ചെയ്യുമ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ടൈം വരുന്ന കസ്റ്റമേഴ്സൊക്കെ കൺവെർട്ട് ആവാനുള്ള ചാൻസസ് ഒക്കെ ഒരു 2% താഴെ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ളവർക്കും നമ്മളിപ്പോൾ അവർക്ക് പ്രോഡക്റ്റ് കൺവിൻസ് ആയാലും ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ഡൈവേർട്ടായി പോകാനൊക്കെ ഉള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള യൂസേഴ്സിനെ നമുക്ക് ഈ റീടാർഗറ്റിംഗ് ആഡ്സ് വഴി നമുക്ക് അവരെ തിരിച്ച് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ റീടാർഗറ്റിംഗ് ആഡ്സ് നമ്മൾ ചെയ്തില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് കിട്ടേണ്ട ഒരു കസ്റ്റമേഴ്സിൻ്റെ ഒരു 40-50% നമ്മൾ വെറുതെ കളയാണ്. അപ്പോൾ റീടാർഗറ്റിംഗ് ആഡ്സ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല ഈ ചില കസ്റ്റമേഴ്സൊക്കെ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ മെറ്റ ആഡ്സിനകത്ത് തന്നെ ആട്രിബ്യൂഷൻ സെറ്റിംഗ്സ് ഒക്കെ വെച്ചിട്ടുള്ളത് അതുകൊണ്ടാണ്. ഇപ്പോൾ ആട്രിബ്യൂഷൻ സെറ്റിംഗ്സിനെ കുറിച്ച് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു.
ഇപ്പോൾ ചില കസ്റ്റമേഴ്സിന് നമ്മളുടെ ഒരു പ്രോഡക്റ്റ് വാങ്ങണമെങ്കിൽ മേ ബി ഒരു 3-4 ടൈംസ് ഒക്കെ അവർ ആ പ്രോഡക്റ്റ് കണ്ട് ജസ്റ്റ് ഒന്ന് കൺവിൻസ് ആയി ഇതിൻ്റെ റേറ്റിംഗ്സ് ഒക്കെ നോക്കി അങ്ങനെയൊക്കെ അവർ വാങ്ങത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള യൂസേഴ്സിനെ നമുക്ക് തിരിച്ച് കൊണ്ടുവരണമെങ്കിൽ ഈ റീടാർഗറ്റിംഗ് ആഡ്സ് ഒക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആ കസ്റ്റമേഴ്സൊക്കെ നമുക്ക് ലോസ് ആവും. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ഒരു ടച്ച് പോയിന്റ്സ് എല്ലാം നമുക്ക് കണക്ട് ചെയ്ത് നമുക്ക് റീടാർഗറ്റിംഗ് ആഡ്സ് വളരെ ഈസി ആയിട്ട് തന്നെ നിന്ന് മെറ്റീരിയലൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ കാണിച്ചതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഇതിലും ട്രൈ ഔട്ട് ചെയ്യുക. നിങ്ങൾക്ക് നല്ല രീതിയിൽ റീടാർഗറ്റിംഗ് ആഡ്സ് സെറ്റപ്പ് ചെയ്യാൻ പറ്റും.